കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് നമ്മുടെ സത്യഭാമ ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം മറ്റാരും അല്ല തകർക്കുന്നത്. ഇനി തകർക്കാനായി ഇരിക്കുന്നതെല്ലാം വിഷ്ണു തന്നെയാണ്. ഇത്രയും നാൾ സത്യഭാമയുടെ ആഗ്രഹങ്ങൾക്ക് പാര കൊടുത്തതൊക്കെ മറ്റുള്ളവരാണെങ്കിൽ ഇനി ആ പാര പണിയുന്നത് വിഷ്ണു സ്വന്തമായി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ രസകരമായ ഡീറ്റെയിൽസ് കാണുന്നതിന് മുമ്പേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നുണ്ട്. കമൻസും ഷെയർസും ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ അവസാനം കാണിക്കുന്നത് ഷാനി നമ്മുടെ ഷാമയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ കാർത്തികയുടെ മേളിൽ നിനക്കൊരു കണ്ണ് വേണം മോളെ. കാരണം യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞാന്നൊക്കെ ഷാലിനിക്ക് ഒരു ചെറിയ രീതിയിൽ സംശയമുണ്ട്. ഈ സംശയം കൊണ്ട് തന്നെ ഷാലിനിക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അതെന്താ കുഞ്ഞിച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, അവളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം അവളിങ്ങനെ എന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടെന്നും അമ്പലത്തിൽ വെച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാനേ വന്നു, പെട്ടെന്ന് അവൾ അവിടെ നിന്ന് മാറിക്കളഞ്ഞു, എനിക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവളുടെ കാര്യത്തിൽ തോന്നുന്നൊക്കെ ഷാലിനി ഷാമയോട് പറയുമ്പം അനന്ത കുഞ്ഞിച്ചി അവൾക്ക് അങ്ങനെ വല്ല കള്ളത്തരം ഉണ്ടെങ്കിൽ ഞാനത് ഉറപ്പായിട്ട് കണ്ടുപിടിച്ചേക്കും, അല്ലെങ്കിൽ അവൾ ഇവിടുന്ന് അടിച്ചിറക്കിയിട്ടേ ഉള്ളൂ മറ്റു കാര്യം എന്ന രീതിയിൽ ഷാലിനിക്ക് വാക്ക് കൊടുക്കുക. എന്നാൽ ശരി മോളെ എന്നിട്ട് ഷാലിനി ഫോൺ കട്ട് ചെയ്തിട്ട് മനസ്സിങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. വിഷ്ണു ആണെങ്കിൽ ഷാലിനെക്കുറിച്ച് തലേന്ന് രാത്രി ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ട് പേടിക്കണം. ആ പേടിക്ക് ശേഷം വിഷ്ണുവിന് അവിടെ കിടന്നിട്ട് ഒരു ഉറക്കം പോലും വരാതെ വിഷ്ണു നേരെ വന്ന് ഷാലിനിയെ കാണാൻ വേണ്ടി തന്നെ വരും. അപ്പോൾ ഷാലിനിയെ കാണാനായിട്ട് അവർ വീടിൻ്റെ കതവ് തട്ടുന്നതിന് മുന്നേ തന്നെ വിഷ്ണു കേൾക്കുന്ന ഒരു കാര്യം, അവിടെ ദേവൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പം ദേവൻ്റെ സൗണ്ട് കേൾക്കുമ്പം വിഷ്ണുവിൻ്റെ മനസ്സിൽ വീണ്ടും പല തെറ്റിദ്ധാരണകൾ വന്ന് നിൽക്കുമ്പോഴാണ് വിഷ്ണുവിൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം തന്നെ ആ എപ്പിസോഡിനകത്ത് മാറുന്നുണ്ട്. വിഷ്ണു ദേവൻ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നുണ്ട്. ആ ദേവൻ്റെ ഓരോ വാക്കിൽ നിന്നും വിഷ്ണുവിൻ്റെ മനസ്സിൽ അവസാനമായി ഇരുന്ന ഓരോ കരട് വരെ അങ്ങ് അകന്നു പോവാണ്. കാരണം ദേവൻ പറയുന്നുണ്ട്, എന്നാലും മോളെ എന്നെ കാരണം നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, ആ ദേവേട്ടൻ എന്ത് ചെയ്തിട്ടാ? ദേവേട്ടൻ ഒന്നും ചെയ്തില്ല. ഇത് ദേവേട്ടൻ ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഇത് വരത്തുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയാമെന്ന്. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലടി, നീ എന്നെയും തേജസ്വിനെയും ഒന്നാക്കാൻ ശ്രമിച്ചിട്ട് അവസാനം ഇങ്ങനത്തെ ഒരു കാര്യം നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ, നീ ബാ നമുക്ക് സത്യാമ്മയോട് പോയി എല്ലാ സത്യങ്ങളും പറയാം എന്ന് പറയുമ്പം തേജസ്വിനിയും എന്നെ ഒന്നിപ്പിക്കാനാണ് ദേവൻ പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ വിഷ്ണു ഭയങ്കര ഞെട്ടി നിൽക്കുകയാണ്. അപ്പം തേജസ്വിനിയുടെ കാര്യമായിരുന്നു ഒന്ന് ഈ പറയുന്ന ദൈവം പറഞ്ഞു, അതായത് ഞാൻ കളക്ടർ ഭർത്താവാന്നുള്ള കാര്യം. കാരണം ഷാനി അത് ക്ലിയർ ആക്കുന്നുണ്ട്, തേജസ്വിനി ഒരു ജില്ലാ കളക്ടറാണെന്ന് പറഞ്ഞാലും അവളുടെ ജീവിതത്തിൽ അതിയായ സങ്കടങ്ങളുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ തന്നെ വിധിയായിരുന്നു. അത് ഞാനൊരു പാത്രമായി കൂടെ നിന്നേ ഉള്ളൂ. അതുമല്ല ദേവേട്ടൻ എൻ്റെ സ്വന്തം സഹോദരനല്ലേ, ദേവേട്ടനൊരു ജീവിതം ഉണ്ടായി കാണുമെന്ന് പറയുന്നത് എനിക്ക് അതുപോലെ തന്നെ താല്പര്യമുള്ള കാര്യമല്ലേ. തേജസ്വിനി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി, രണ്ടുപേരെയും ജീവിതം ഒന്നായി കാണുന്നതിനകത്ത് എൻ്റെ ജീവിതം അതുകൊണ്ടൊന്നുമല്ല നശിച്ചത്, അല്ലെങ്കിലും ഇതിങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ നീ ഇത്രമാത്രം സങ്കടപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഷാലിനി, അതുകൊണ്ടാണ് അതിന് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സങ്കടമൊന്നും പുത്തിരിയല്ല ദേവിട, ഞാൻ അന്നും ഇന്നും എന്നും ഒറ്റയ്ക്കാണ്. പക്ഷേ അന്ന് നീ ഒറ്റയ്ക്കായിരുന്നെങ്കിലും ഷാലിനി മോളെ നീ അങ്ങനെ അല്ലായിരുന്നു, നിനക്ക് ഭയങ്കര ചുറുചുറുക്കും ചുണയും എല്ലാം ഉണ്ടായിരുന്നു. ആ ഷാലിനി അല്ല ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഈ ഷാലിനി എനിക്ക് ഒട്ടും പരിചയമില്ല ദൈവം പറയുമ്പം ഇതൊക്കെ വിഷ്ണു കേൾക്കണം. അപ്പോൾ ഷാലിനി പറയുന്നുണ്ട്, അന്ന് എൻ്റെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയും എനിക്കായിട്ടൊരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആ ധൈര്യം എൻ്റെ കൂടെ ഇല്ല. കാരണം അന്ന് ഞാൻ എന്തൊക്കെ പ്രതിസന്ധി നേരിട്ടാലും എവിടെയൊക്കെ പോയാലും, ഏത് രാത്രിയാവട്ടെ, ഏത് കാടാവട്ടെ, ഏത് മലയാവട്ടെ, അന്നേരമൊക്കെ എൻ്റെ ഒരു ചിന്ത എൻ്റെ വിഷ്ണുവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ആ ഒറ്റൊരു ധൈര്യമായിരുന്നു അന്നത്തെ ഷാലിനി. അതുകൊണ്ടാണ് ഷാലിനിയുടെ ലൈഫിൽ അന്ന് ഷാലിനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയത്. അപ്പോഴത്തേക്ക് ഇത് കേട്ട് വിഷ്ണുവിന് ഭയങ്കര സങ്കടമാണ്. അപ്പോഴത്തേക്കും പക്ഷേ ഇന്ന് ആ ഷാലിനിക്ക് ആ ഒരു പ്രതീക്ഷയുടെ ആ ഒരു മിന്നാമിനിങ്ങനെ പ്രതീക്ഷ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രതീക്ഷയും ഇന്ന് ഷാലിനിയുടെ ജീവിതത്തിൽ അവസാനിച്ചു. കാരണം എല്ലാവരും എന്നെ തള്ളി പറഞ്ഞപ്പോൾ എനിക്ക് സാരമില്ലായിരുന്നു, പക്ഷേ എൻ്റെ വിഷ്ണുവേട്ടൻ പോലും എന്നെ ഇത്രമാത്രം അവിശ്വസിച്ചെന്ന് അറിയുമ്പോഴത്തേക്കും അതിൻ്റെ അപ്പത്തോടെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണുവിന് ഇത് കേട്ട് സങ്കടപ്പെടും. അല്ല ഷാലിനി, നിൻ്റെ തെറ്റിദ്ധാരണയാണ്, അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ലടോ, താൻ പറയുന്ന പോലെ എൻ്റെ വിഷ്ണുവേട്ടനെ എങ്ങനെ പറ്റി, എൻ്റെ വിഷ്ണുവേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഷാലിനി പറയുമ്പോൾ വിഷ്ണു പറയാം, താൻ പറയുന്നാടോ ശരി, കാരണം എനിക്കൊരിക്കലും തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്ത് ചതിക്കാൻ എനിക്ക് പറ്റത്തില്ല, തനിക്ക് തൻ്റെ വിഷ്ണുവേട്ടനെ താൻ മനസ്സിലാക്കാതെ പോവോ എന്നൊക്കെ വിഷ്ണു അവിടെ നിന്ന് ചിന്തിക്കുവാണ്. അപ്പോഴത്തേക്കും ഷാലി ഇവിടെ പറയുവാണ്, എല്ലാം പോയില്ലേ, വിഷ്ണുവേട്ടൻ തന്നെ പോയി, അതൊന്നും പ്രശ്നമാക്കണ്ട ഷാലി, നമുക്ക് സത്യാമ്മയുടെ മുന്നിൽ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാം, നീ ബാ നമുക്ക് ഈ രാത്രി തന്നെ പോയി പറയാം. അപ്പോഴത്തേക്കും ഷാലി പറയും, എന്തിനാ ദേവേട്ട, നമ്മളിനി പോയി പറഞ്ഞാലും സത്യാമ്മ ഒരിക്കലും എന്നെ വിശ്വസിക്കുന്നില്ല, ഞാനിപ്പോൾ ഒരു സൂര്യനെ കൊണ്ടുവന്ന് നിർത്തി കൊടുത്താലും സത്യാമ്മ പറയും, നീ എന്തിനാ ഈ മിന്നാമിനിങ്ങിനെയും കൊണ്ട് എൻ്റെ മുറ്റത്തേക്ക് വന്നതെന്ന് സത്യാമ്മ ചോദിക്കത്തുള്ളൂ. അത്രയ്ക്ക് സത്യാമ്മയ്ക്ക് എൻ്റെ പുറത്തുള്ള വിശ്വാസം. പോലെ തന്നെ വിഷ്ണുട്ടനെ ഇപ്പോൾ എന്നെ അത്ര വിശ്വാസമില്ലാതെ സ്ഥിതിക്കകത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണു ചിന്തിക്കുക, കാരണം ശരിയല്ലേ വിഷ്ണു കലി വരും. കാരണം അമ്മയെക്കുറിച്ച് ഈ പറയുന്ന കേൾക്കുമ്പോൾ വിഷ്ണുവിന് കലി വരുന്ന കാര്യം, സത്യത്തെ അമ്മ ഇങ്ങനെയല്ലേ, കാരണം ശാലിനി ഒരു സൂര്യനെ കൊണ്ടുവന്നാലും സത്യാമ്മ പറയും അത് മിന്നാമിനിങ്ങനെ ആണെന്നേ പറയത്തുള്ളൂ എന്നുള്ള ആ ഒരു ഭാവം. കാരണം അത് ശാലിനി പറഞ്ഞ 100%
100% ശരിയില്ല. അമ്മയുടെ ഈ ഒരു സ്വഭാവം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഇത്രമാത്രം ആയിപ്പോയെന്നുള്ള ആ ഒരു ദേഷ്യം അമ്മയോട് തോന്നുവാണ് വിഷ്ണുവിന് അതേ സമയത്തിനകത്ത്. അപ്പോൾ ശാലിനിയടുത്ത് ദേവൻ ചോദിക്കുന്നത്, സത്യമോളുടെ കാര്യം നീ പറഞ്ഞോ? സത്യമോളുടെ കാര്യത്തിനകത്ത് എങ്ങനെ എന്നെ അവർക്ക് തെറ്റിദ്ധരിക്കാൻ തോന്നി? അപ്പോൾ ശാരദ പറയോ, മോൻ സത്യയുടെ അച്ഛനാണെന്നും ശാലിയും കൂടെ വിവാഹം കഴിച്ചെന്നൊക്കെയാണ് സത്യഭാമയുടെ മനസ്സിൽ ഭയങ്കര തെറ്റിദ്ധാരണ. ഇതൊക്കെ എങ്ങനെ മാറ്റാനാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ശാരദ പറയുമ്പോഴത്തേക്ക്, എന്നാൽ അമ്മേ ഞാനും ശാലിയും സഹോദരങ്ങളെ പോലെയല്ലേ, ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ പറ്റുക? പിന്നെ സത്യമോളുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും സത്യമോളെക്കുറിച്ച് അന്നത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയത്തില്ല. അന്ന് സ്കൂളിൽ വെച്ച് സംഭവിച്ച സിറ്റുവേഷൻ പ്രിൻസിപ്പൽ ഉൾപ്പെടെ എല്ലാവർക്കും സത്യയുടെ അത്രമാത്രം ദേഷ്യത്തിരിക്കുക. അന്ന് കയറി ഞാൻ സത്യയുടെ അച്ഛനല്ല എന്നൊന്നും പറയാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. അവരായിട്ട് തന്നെ ഞാൻ സത്യയുടെ അച്ഛനാന്ന് പിടിച്ചിട്ടപ്പം പിന്നെ ഞാൻ തിരുത്താനൊന്നും പോയില്ല. പറയുന്നതൊക്കെ കേട്ടുനിന്ന് തനിക്കാണെങ്കിലും വിഷ്ണുവിൻ്റെ മുന്നിലൊന്നും എത്തണ്ടെന്നുള്ള രീതിയിൽ താൻ അവിടെ വരാൻ തയ്യാറായതുമില്ല. ഈ പ്രശ്നങ്ങളുടെ ഇടയ്ക്കകത്ത് ഞാൻ വന്ന് പെട്ടതാണെന്നല്ലോ ഇത്രയും വലിയ പ്രശ്നമായെന്നൊക്കെ ഇവിടെ പറയുമ്പോഴത്തേക്കും വിഷ്ണു ആലോചിക്കുക, ആണല്ലോ അന്ന് സത്യയുടെ ഫാദറാണ് നമ്മളല്ലേ കയറി അങ്ങോട്ടേക്ക് പറഞ്ഞത്, കാരണം ഇദ്ദേഹം ഒന്നും പറഞ്ഞല്ലോ. അതുപോലെ തേജസ്വിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും വിഷ്ണു ചിന്തിക്കുന്നുണ്ട്, അപ്പം ഞാൻ കളക്ടറുടെ ഭർത്താവാടോ എന്ന് ഫോണിൽ കൂടെ അന്ന് ഈ ദേവൻ പറഞ്ഞത് ആ തേജസ്വിനിയുടെ ഉദ്ദേശമാണല്ലോ, അപ്പം എൻ്റെ ശാലിനി ഉദ്ദേശം അല്ല എന്നല്ലോ, ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ ഭഗവാൻ എന്നിട്ട് വിഷ്ണു അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ്. അപ്പോഴത്തേക്കും ശാലിനി പറയുകയാണ്, എന്തിനാ ദേവേട്ട ഇതൊന്നും പോയി ഇനി പറഞ്ഞിട്ട് കാര്യമാണ്, ഞാനും ദേവേട്ടനും കൂടെ ഇപ്പം അങ്ങോട്ടേക്ക് ചെന്നാൽ സത്യം പറയും നമ്മൾ രണ്ടുപേരും കൂടെ ഒത്തുകളിയാണ്, സത്യാമ്മയുടെ സ്വത്തുകളൊക്കെ തട്ടിയെടുക്കാനായി പുതിയ അടവും കൊണ്ട് നമ്മൾ ഇറങ്ങിയതാണെന്നേ മാത്രമേ പറയത്തുള്ളൂ, അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. എന്നാൽ തനിക്ക് വിഷ്ണുവിനോടെങ്കിലും സത്യയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വിഷ്ണു ചിന്തിക്കുവാണ്, പറ ശാലിനി പറ, സത്യമോളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറ, എനിക്കത് അറിയണം, നീ ആ സത്യങ്ങൾ പറ. അത് പറയാൻ പറ്റത്തില്ല ദേവേട്ട, ഒരു കാരണവശാൽ ഞാൻ അത് ഒരിക്കലും പറയത്തില്ല, കാരണം എൻ്റെ ജീവൻ പോയാൽ എൻ്റെ അവസാന നിമിഷം വരെ ഞാൻ ആ സത്യം ആരോടും പറയത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. വിഷ്ണു ആണെങ്കിൽ സത്യമോളെക്കുറിച്ച് ശാലിനിയുടെ വായിന്ന് ആ സത്യങ്ങൾ അറിയാനായി ആ മുറ്റത്ത് ഭയങ്കര കാതോർത്ത് കാത്തിരിക്കുവാണ്. പക്ഷേ ആ കാത്തിരിപ്പ് എല്ലാം കൂടെ ശാലിനിയുടെ ഇങ്ങനത്തെ ഒരു വാക്ക്, അതായത് എനിക്ക് ഒരിക്കലും ആ സത്യം പറയാൻ പറ്റത്തില്ല എന്ന് കേൾക്കുമ്പോൾ വിഷ്ണു എന്താണ് ഇനി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, കാരണം എനിക്ക് ശാലിനിയെക്കുറിച്ച് അറിയേണ്ടുന്ന ഒറ്റൊരു കാര്യം സത്യമോളെക്കുറിച്ച് മാത്രമാണ്. വിഷ്ണു വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ വിഷ്ണു കാണുന്ന കാഴ്ച ബെഡ്റൂമിൽ തന്നെ നിൽക്കുകയാണ് അമ്മ ബെഡ്റൂമിൽ നിന്ന് കാർത്തിക്ക് ഭയങ്കര രീതിയിൽ ചോദ്യം ചെയ്യുവാണ്. കാരണം ചോദ്യം ചെയ്യുന്ന വിഷ്ണു എന്തേ ഈ ബെഡ്റൂമിൽ കിടന്ന് നിൻ്റെ കൂടെ ഉറങ്ങാൻ കിടന്ന എൻ്റെ മോൻ എന്തെന്നാണ് സത്യഭാമയുടെ ചോദ്യം. അപ്പം കാർത്തിക ഒരുവിധം ഉടായ്പൊക്കെ പറഞ്ഞ് വിഷ്ണു എന്താണ് പുറത്ത് കാറ്റ് കൊള്ളാൻ നിന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കകത്ത് വെച്ച് കാർത്തിക വിഷ്ണു ഈ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ നേരെ വിളിച്ച് മത്സരിയോട് പറയാം. അപ്പോൾ മത്സരി പറയാം, അവൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടെങ്കിൽ അവൾ മിക്കവാറും ജീവനോടെ കാണത്തില്ല, കാരണം നിന്നെ വിവാഹം കൂടെ കഴിച്ചിട്ട് വന്ന സ്ഥിതിക്കകത്ത് മിക്കവാറും അവളുടെ ജീവൻ തന്നെ അവസാനമേ, കാരണം ജീവനെ പോലെ സ്നേഹിച്ച വിഷ്ണുവേട്ടനല്ലേ, ഇങ്ങനത്തെ ഒരു ചതി കിട്ടിയാൽ പിന്നെ അവൾ ജീവനോടെ കാണുന്നില്ല, അവളിപ്പം ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ മത്സരി മനസ്സിൽ ചിന്തിക്കണം. അപ്പം സത്യഭാമയുടെ ചോദ്യങ്ങളുടെ മുന്നിൽ ഈ കാർത്തിക പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ കാറ്റ് കൊള്ളാൻ പോയതാന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ ജീപ്പ് വന്ന് ഇറങ്ങുന്ന അങ്ങ് കാണുവാണ്. പിന്നെ കണ്ടത് സത്യാമ്മയ്ക്ക് മനസ്സിലായി വിഷ്ണു എന്താണ് ശാലിനിയുടെ വീട്ടിൽ തന്നെ പോയി ശാലിനിയെക്കുറിച്ചുള്ള ആ ടെൻഷൻ, സ്വപ്നം കണ്ടില്ലേ, ആ ടെൻഷൻ തീർക്കാനായി ശാലിനിയെ കണ്ടിട്ട് വന്നതെന്ന് മനസ്സിലായപ്പോഴത്തേക്കും നിനക്ക് ഇപ്പോഴും അവളെ മറക്കാറായില്ല, നീ അവളെ കാണാൻ പോയിട്ട് വന്നല്ലേടാ ഈ പാതിരാത്രി, നാണോ ഇല്ലേടാ നിനക്ക്, മറ്റൊരു പെണ്ണിനെ താലി കെട്ടിക്കൊണ്ട് വന്നിട്ട് അവളെ മുറിയിലാക്കിയിട്ട് നിന്നെ പഴയ മറ്റേവളെ കാണാൻ വേണ്ടി നീ പോയിരിക്കുന്നത്. എടാ വിഷ്ണു, നീ ഇനി എങ്ങനെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ശരിയാകത്തില്ല എന്നിട്ട് ഭയങ്കര പറയുമ്പോൾ, അമ്മേ ഞാൻ ശാലിനിയെ കാണാൻ ഒന്ന് പോരാ, അമ്മ എന്തോ പറയുന്നത്, ഞാൻ എന്താ ഇവിടം വരെ കാറ്റ് കൊള്ളാൻ പോയെന്നൊക്കെ വിഷ്ണു എത്ര അവിടെ എന്താണ് ഉരുണ്ട് കളിക്കാൻ നോക്കിയാലും സത്യാമ്മ ലാസ്റ്റ് പറയുവാണ്, എടാ നീ പറയുന്ന സത്യമാണ്, നീ എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്യടാ, നീ ശാലിനിയെ കാണാൻ പോയതെല്ലാം സത്യം ചെയ്യടാ എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് എന്താണ് വിഷ്ണുവിന് സത്യം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നത്, സത്യാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ നിൻ്റെ അമ്മയല്ലേ, നീ പറയുന്ന ഒരു കാര്യം സത്യമാണോ കള്ളമാണോ എന്നതെങ്കിലും മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധി ഇല്ലാത്തതോ ഞാൻ ഇത്രയും കാലം നിന്നെ ഈ പോറ്റി വളർത്തിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ മോൻ കൂടുതൽ കടന്ന് ഉരുണ്ട് കളിക്കാനും നിൽക്കട്ടെ, എനിക്ക് മനസ്സിലായി. പക്ഷേ വിഷ്ണു ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെ നീ പോയാൽ അവസാനം എന്താണ് നിൻ്റെ ജീവിതം നീ തന്നെ നിൻ്റെ കൈകൊണ്ട് നശിപ്പിക്കത്തുള്ളൂ. എൻ്റെ മോൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം, പക്ഷേ എന്നിട്ടും അവൻ്റെ മനസ്സ് ഇപ്പോഴും ശാലിനി പുരാണം തീർന്നിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നിൻ്റെ ഒരു ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു അവസാനമുണ്ട്, ഞാൻ അവസാനിപ്പിച്ച് തരാം എന്ന് പറഞ്ഞാൽ നേരെ സത്യഭാമ ഇവരുടെ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിന്നിട്ട് അപ്പം വിഷ്ണു ശ്രദ്ധിക്കുക എന്താണ് അമ്മ ചെയ്യാൻ പോകുന്നത് നോക്കുമ്പോഴത്തേക്കും സത്യഭാമ നേരെ ഫോൺ വിളിക്കുന്നത് ഈ ജോത്സ്യനെയാണ് വിളിച്ചിട്ട് അന്വേഷിക്കുന്ന കാര്യം വിഷ്ണുവിൻ്റെയും കാർത്തികയ്ക്ക് ഇങ്ങനെ ഒരു വിവാഹം നടന്നു, ആ വിവാഹത്തിൻ്റെ അനുസരിച്ച് ഇവർക്കുള്ള ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം കുറിച്ച് കിട്ടാനാണ് നാളെ വരണമെന്ന് പറയുന്നത്. അപ്പോഴത്തേ അയ്യോ പണി പാളി എന്ന് കാർത്തികയും വിഷ്ണു കൂടെ ഒരുമിച്ചങ്ങ് നിന്ന് ആലോചിക്കും, അയ്യോ ഇനി ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്, അമ്മ ഇത് ഭയങ്കര തീക്കളിയാണല്ലോ അമ്മ കളിക്കുന്നത്, എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുന്നത് എന്ന് വിഷ്ണു ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
പിറ്റേ ദിവസം എന്താണ് ശ്യാമ ഇങ്ങനെ മുറ്റത്ത് രാവിലെ ഇങ്ങനെ ഇരുന്ന് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, എന്തോ സ്റ്റിച്ചിങ് എന്താണ് ചെയ്യുവാണ്. അപ്പോഴത്തേക്കാണ് ശാലിനിയുടെ കോൾ വന്നിട്ട് ശാലിനി പറയുന്നത്, നീ കാർത്തികയെ ഒന്ന് ശ്രദ്ധിക്കണം, എൻ്റെ മനസ്സിൽ ഇങ്ങനെ സംശയമൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ കാണിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെ കാർത്തികയെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ ശ്യാമയുടെ പരിശ്രമത്തിൽ നേരെ വിഷ്ണുവിൻ്റെ മുറി കയറി ചെല്ലുന്ന കാർത്തിക ഈ താലിമാല ഊരി ഇടുന്നതാണ് കാണുന്നത്. അതായത് തൻ്റെ താലിമാല എവിടെ കാർത്തിക എന്ന് വിഷ്ണു ചോദിക്കുന്നതും, ദേ അമ്മ ഇതൊക്കെ കണ്ട അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്, അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര എന്താണ് വിശ്വാസമുള്ള കാര്യങ്ങളാണ്. പിന്നെ അതോടെ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കുന്നൊക്കെ വിഷ്ണു ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശ്യാമ വിഷ്ണുവിൻ്റെ ബെഡ്റൂമിലേക്ക് ഒരു എൻട്രി. അപ്പം ഈ കാർത്തിക ഈ താലിമാല വേഗത്തിൽ എടുത്തിടുന്ന കാണുന്നതും ഈ കാർത്തികയ്ക്ക് ആ ഒരു ബോഡി ലാംഗ്വേജ് അത് ഭയങ്കര ചേഞ്ചസ് ഉണ്ട്. ആ ഒരു പേടി പരിഭ്രമം എല്ലാം നിൽക്കുന്ന കാണുമ്പോൾ ശ്യാമയ്ക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കുഞ്ഞേച്ചി ചുമ്മാതല്ല പറഞ്ഞ്, ഇവളും വിഷ്ണുവേട്ടൻ തമ്മി യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചത് തന്നെയാണോ, ഇവർ തമ്മി എന്തോ ഒരു കാര്യം ഒളിക്കുന്നുണ്ട്. കാരണം ശ്യാമ അകത്തും കൂടെ കയറി വരുമ്പോഴത്തേക്കും വിഷ്ണു ഭയങ്കര പേടിച്ചു പോകും. അതായത് എന്തൊക്കെയൊക്കെയോ മറച്ച് പിടിക്കാനായിട്ട് ഭയങ്കര കള്ളത്തരത്തിൻ്റെ ഒരു ഭാവമാണ് വിഷ്ണുവിൻ്റെ മുഖത്ത് മൊത്തം കാണുന്നത്. അപ്പോഴത്തേക്കും വിഷ്ണു പറയാം, ശ്യാമയോ ഇവിടെ ദേണ്ട താലി മറന്നു പോയത്. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഈ താലിയുടെ കാര്യമൊക്കെ ഭയങ്കര പ്രധാനമാണെന്നൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞു കൊടുക്കുവാന്ന്. കല്യാണം ഇന്നലെ കഴിഞ്ഞതല്ലേ ഉള്ളൂ, അബദ്ധം പറ്റിയതാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്യാമയ്ക്ക് മനസ്സിലായി, ആയിക്കോട്ടെ താഴെ സത്യാമ്മ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് ശ്യാമ താഴേക്ക് പോകണം. അപ്പം താഴെ വന്ന് കാത്തിരിക്കുവാണ് ഈ ജോത്സ്യൻ. രാഘവേട്ടനും സത്യഭാമയും എല്ലാവരും കൂടെ ഒത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് കാർത്തികേനെയും കൂടെ താഴേക്ക് വിളിക്കുന്നത്. അപ്പം കാർത്തിക വിഷ്ണു വരുമ്പോൾ എന്താ, ഇതാണ് എൻ്റെ മകൻ്റെ ഭാര്യ കാർത്തിക, ഇവർ രണ്ടുപേരെയും വിവാഹത്തിന് കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോൾ ഇവർക്കുള്ള ശാന്തി മുഹൂർത്തം കുറിക്കാനാണ് തിരുമേനിയെ വിളിച്ചെന്ന് പറയുമ്പോഴത്തേക്കും അതിനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് തിരുമേനി പഞ്ചാംഗം അറിയുമ്പോഴത്തേക്കും ഈ രോഹിത്തും ശ്യാമയ്ക്ക് എന്താണ് ഭയങ്കര ടെൻഷൻ നിൽക്കുവാണ്. കാരണം ഇതിനി വരെ പറയുമോ, അപ്പോഴത്തേക്കും ശാന്തി മുഹൂർത്തമൊക്കെ എത്തിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോവുമല്ലോ എന്ന് ശ്യാമ പേടിച്ചിരിക്കുമ്പോഴാണ് ജോത്സ്യൻ എന്താണ് നോക്കുമ്പോഴത്തേക്കും ജോത്സ്യനെ നേരെ വിഷ്ണു നോക്കിയിട്ട് പറയുകയാണ്, പറയല്ലേ എന്ന രീതിക്കകത്ത് എന്താണ് തല ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം പറയുന്നുണ്ട്, അടുത്ത ഒരു മാസത്തേക്ക് അങ്ങനത്തെ ഒരു മുഹൂർത്തമേ ഇല്ല സത്യാമേ, നല്ല ഉചിതമായ ഒരു മുഹൂർത്തം വേണമെങ്കിൽ ഒരു മാസം കഴിയണം. അതെന്താ തിരുമേനി ഒരു മാസം, അതെന്താ ഒരു മാസം വരെ ഇല്ലാതെ. അപ്പോഴത്തേക്കും നമ്മുടെ രാഘവേട്ടൻ പറയുന്നത്, എടീ നല്ല കാര്യങ്ങളാണെങ്കിലല്ലേ പഞ്ചാംഗം പോലും കൂട്ടി നിൽക്കുന്നുള്ളൂ. പഞ്ചാംഗവും ചതിച്ചു, കാരണം പഞ്ചാംഗത്തിന് പോലും അറിയാം ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയൊക്കെ തെറ്റാന്നുള്ള കാര്യം പഞ്ചാംഗത്തിന് പോലും അറിയാം. ജോത്സ്യം പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ പിന്നെ എന്തോ ഒരു മാസത്തിന് മുന്നേ തീയതിയില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് വിവരമില്ല ഭാവന. എനിക്ക് ജോത്സ്യം പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ അതിനൊരു പ്രത്യേകം കാരണം കാണുന്നില്ല. ഒരു മാസത്തേക്ക് നല്ല മുഹൂർത്തം ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താണെന്നല്ലേ ഞാൻ ചോദിച്ചത്. അപ്പോഴത്തേക്ക് രാഘവേട്ടൻ എന്താണ്, നീ അങ്ങ് ചോദിക്കുന്നുള്ള മട്ടിനേക്ക് ഇരിക്കുമ്പോഴത്തേക്കും സത്യഭാമയോട് എന്താണ് തിരുമേനി പറയുവാണ്, സത്യഭാമ മുഹൂർത്തമുണ്ട്, ഒരു മാസത്തെ മുഹൂർത്തം ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്, പക്ഷേ സത്യഭാമ ഉദ്ദേശിച്ച പോലെ രീതിയിലുള്ള ഉചിതമായുള്ള ശ്രേഷ്ഠമായ ഒരു മുഹൂർത്തം എന്ന് കാണണമെങ്കിൽ അത് ഒരു മാസം കഴിയാതെ ഇല്ല സത്യാമേ. നടുക്ക് വെച്ച് എന്തെങ്കിലും ഒരു മുഹൂർത്തം മതി എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കുറിക്കാന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അതൊന്നും വേണ്ട, മുഹൂർത്തം വളരെ പ്രാധാന്യമാണ്, ഏറ്റവും ഉചിതമായ മുഹൂർത്തം തന്നെ കുറിച്ചാൽ മതി, നമുക്ക് ഒരു മാസം കാത്തിരിക്കാൻ തന്നെ സത്യം പറയാം. അതാണ് വിഷ്ണു നേരെ ഈ അമ്മയുടെ ആഗ്രഹമായിട്ടുണ്ടായിരുന്ന ഈ ശാന്തി മുഹൂർത്തം പരിപാടി വിഷ്ണു തന്നെ പൊളിച്ചെടുക്കുക. കാരണം വിഷ്ണു പൊളിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ കാര്യം ഇത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇപ്പോഴത്തേക്ക് ശാന്തി മുഹൂർത്തം ഇല്ല, കാരണം എൻ്റെ കുഞ്ഞേച്ചിയുടെ ലൈഫിലേക്ക് ഇവക്ക് അങ്ങനെ കയറി വരാൻ പറ്റിയിട്ടില്ല, ഇനി സ്കോപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ ശ്യാമ സന്തോഷിക്കുമ്പോഴാണ് തിരുമേനിയുടെ പിറകെ തന്നെ പോയി വിഷ്ണു പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന ശ്യാമ മേളിൽ നിന്ന് കാണുവാണ്. വിഷ്ണുവേട്ടൻ എന്തിനാണ് ഇദ്ദേഹത്തിന് കാശിടുന്നത്, അപ്പം ഈ ശാന്തി മുഹൂർത്തം നടക്കാതിരിക്കാൻ കാശ് വിഷ്ണുവേട്ടൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നുള്ള കാര്യം ശ്യാമയ്ക്ക് മനസ്സിലായി. കുഞ്ഞേച്ചി പറഞ്ഞത് ശരിയാണ്, ഇവർക്ക് തമ്മിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, ഇതിനകത്ത് എന്തൊക്കെയോ പ്ലാനുണ്ട്, എന്തൊരു സംഭവമുണ്ട്, ഇത് അറിഞ്ഞേ പറ്റത്തുള്ളൂ തന്നെ ശ്യാമ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഉടൻ തന്നെ ശ്യാമ ഈ കാര്യമൊക്കെ വിളിച്ച് ശാലിനിയോട് പറയുമ്പോൾ ശാലിനിക്ക് ഭയങ്കര ഹാപ്പിയാവാണ്. കാരണം വിഷ്ണു തന്നെ ശാന്തി മുഹൂർത്തം വേണ്ട എന്ന് വെച്ച് ജോത്സ്യന് പൈസ കൊടുത്ത ഒരു കാര്യം അറിയുമ്പോൾ, കാരണം വിഷ്ണു ഈ പൈസ കൊടുത്തിട്ട് എന്താ പറഞ്ഞെന്നുള്ള കാര്യമൊന്നും ശ്യാമയെ കേൾക്കാൻ പറ്റില്ല. പക്ഷേ വിഷ്ണു പറയുന്നത്, നിങ്ങളെൻ്റെ പൊന്നല്ലേ തിരുമേനി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിഷ്ണു എന്താണ് പോക്കറ്റ് അടിച്ചിടുമ്പോൾ, അയ്യോ മോനെ വേണ്ട മോനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സന്തോഷത്തിന് എൻ്റെ ഒരു സന്തോഷം നിങ്ങൾ വെച്ചോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിക്കണം തിരുമേനി എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ തിരുമേനി പോയി എന്തായാലും എൻ്റെ കൂടെ നിന്നല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു ആ തിരുമേനിയെ ഭയങ്കര സന്തോഷിപ്പിച്ച് പൈസ ഒക്കെ കൊടുത്ത് ശാന്തി മുഹൂർത്തം അവോയ്ഡ് ചെയ്തിട്ട് വിഷ്ണു ജയിച്ചിരിക്കും. ശാലിനി മനസ്സിൽ ചിന്തിക്കണം, വിഷ്ണുവേട്ടൻ തന്നെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തുള്ളൂ, ശാന്തി മുഹൂർത്തം വേണ്ടെന്ന് തീരുമാനം വന്നല്ലോ, എന്നെ അത്രയ്ക്കങ്ങ് സങ്കടപ്പെടുത്താൻ വിഷ്ണുവേട്ടൻ നിന്നില്ല എന്ന് ചിന്തിച്ചിട്ട് ശാലിനി ചിന്തിക്കും. എന്നാൽ ഈ കാർത്തികയ്ക്കും വിഷ്ണുവേട്ടൻ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും എന്ന് ശാലിനി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതും പിന്നെ മറ്റൊരു സ്ഥലത്ത് ഇതേ സമയം തന്നെ ഈ മധുശ്രീ ചിന്തിക്കുന്നതായിട്ട് കാണിക്കണം. നിനക്ക് ഒരു കാലത്തും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ശാലിനി, കാർത്തികയുടെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം നീ അറിയാൻ പോകുന്നില്ല, നിന്റെ ജീവിതം ഇനി അങ്ങോട്ടേക്ക് സ്വാഹ കട്ടപ്പോക എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് ഇനി കാണിക്കാൻ പോകുന്ന എപ്പിസോഡ് നിർത്തുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട.